നിങ്ങൾ യുവതലമുറകൾ, നമ്മുടെ അമ്മമാരോടും അച്ഛന്മാരോടും പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചു കുട്ടികളോട്, ഈ യുവതലമുറകളോടാണ് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്. നിങ്ങൾ എന്തിനോട് നോ പറയും? ലഹരിയോട് നോ പറയണം കേട്ടോ. സമ്മതിച്ചോ? അപ്പൊ എല്ലാവരും വളർന്നു വരുന്ന തലമുറയെ ഏറ്റവും വലുതായിട്ട് നമ്മുടെ എല്ലാം പുറകെ, അതായത് നിങ്ങളുടെ എല്ലാം പുറകെ വലിയ വലിയ ചതിക്കുഴികളായിട്ട്, മിഠായിയുടെ രൂപത്തിലാണെങ്കിലും അല്ലാതെയുള്ള പല പല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർണ്ണ പൊതികളുടെ, സമ്മാന പൊതികളുടെ രൂപത്തിൽ ഇന്ന് നമ്മളുടെ ഇടയിൽ പല വിധത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സ്നേഹത്തിന്റെ രൂപത്തിലും പ്രണയത്തിന്റെ രൂപത്തിലും ഒക്കെയുണ്ട് സ്നേഹ പൊതികളായിട്ടെല്ലാം നമ്മുടെ പുറകെ എന്തുണ്ട്? ലഹരിയുണ്ട്. ആ ലഹരി എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കുന്നു, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്നു. അതിലൂടെ നമ്മുടെ സമൂഹം, നമ്മുടെ ഈ രാഷ്ട്രം എല്ലാം നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ ഒരു വിപത്ത് തന്നെയാണ്. നമ്മൾ പ്രതിജ്ഞ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു വിപത്താണ്. അപ്പോൾ നമ്മൾ നന്നാക്കേണ്ടത് ആരെയാണ്? ആദ്യം നമ്മളെയാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല എന്ന് നാം സ്വയം പ്രതിജ്ഞ എടുക്കുക. ഒരു ലഹരി വസ്തുക്കൾ കൊണ്ടും നമ്മൾ നമ്മളുടെ നല്ല ശരീരത്തെ ഒരു അനാരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക്, അതായത് ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് നമ്മുടെ നല്ല ശരീരത്തെ കടത്തിവിടില്ല എന്നുള്ള പ്രതിജ്ഞ നമ്മൾ സ്വയം ഏറ്റെടുക്കുക. പ്രതിജ്ഞ ചെയ്താൽ പോരാ, ആ പ്രതിജ്ഞ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അതാണ് നമ്മുടെ ആ ഒരു ധൈര്യം എന്ന് പറയുന്നത്. നമ്മൾ നോ പറയുമ്പോൾ ആ നോയിൽ എപ്പോഴും ഒരു ഉറപ്പുണ്ടാവണം. മറ്റൊരാളുടെ പ്രേരണയാൽ ചാഞ്ഞു പോകുന്നതായിരിക്കരുത് നമ്മുടെ ജീവിതം. പ്രത്യേകിച്ചും ഇന്നത്തെ കുട്ടികള് സിഗരറ്റ് പോലുള്ള ലഹരി വസ്തുക്കൾ, ലഹരിയുടെ ഉപയോഗത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കുക. ലഹരി, സിഗരറ്റ് പോലുള്ള ചെറിയ കുട്ടികൾ വരെ സിഗരറ്റ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ടീനേജ് പ്രായത്തിൽ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അഡിക്ഷനിൽ നിന്ന് ഒരിക്കലും നമുക്ക് മോചനം കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരാരും ഈ ഒരു ഇവിടെ നമ്മുടെ കൂടിയിരിക്കുന്ന ആളുകളിൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അച്ഛൻ, അമ്മ മക്കൾക്ക് എപ്പോഴും മാതൃകയായിരിക്കണം. നമ്മൾ ലഹരി ഉപയോഗിച്ചാൽ നമ്മുടെ മക്കളും ലഹരി ഉപയോഗിക്കും, ഇല്ലേ? നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവും ഉപദേശിക്കാനായിട്ടുള്ള അവകാശവും നമുക്ക് ഇല്ലാതാവും. അപ്പോൾ നമ്മുടെ വീടുകളിൽ ലഹരി എന്ന ആ ഒരു വിഷവസ്തുവിനെ നമ്മൾ കയറ്റാതിരിക്കുക. നമ്മൾ പ്രായമായില്ലേ, ഞാനിനി എന്തിനു നന്നാകുന്നു എന്നുള്ള ചിന്ത ഒരിക്കലും വരരുത്. നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ, നമ്മുടെ മക്കൾ ലഹരിയിലേക്ക് പോവാതിരിക്കണമെങ്കിൽ, സ്വസ്ഥമായി നമ്മളുടെ മക്കളെ അവർ വെളിയിൽ പോയാൽ വളരെ സ്വസ്ഥമായി നമുക്ക് നമ്മുടെ ഭവനത്തിൽ ഇരിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലും ഈ ലഹരി എന്ന് പറയുന്ന വസ്തുവിനെ കൊണ്ടുവരരുത്, അല്ലെ? എങ്കിലല്ലേ നമുക്ക് ഉപദേശിക്കാൻ പറ്റൂ. അപ്പോ നമ്മളിലുള്ള ചീത്ത സ്വഭാവങ്ങളെ നമ്മൾ ആദ്യം നിയന്ത്രിക്കുക. നമ്മുടെ മക്കളെ വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുക. അവരുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുക. അവരെവിടെ പോകുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തികളിൽ നമ്മളുടേതായ ഒരു ഇടപെടലുകൾ ഉണ്ടാക്കിയെടുക്കുക. തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമ്മുടെ മക്കളുടെ കാര്യം മറന്നുപോകരുത്. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ മക്കളെ എപ്പോഴും നമ്മളൊരു കരുതലായിട്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ ഈ ലഹരി ഇല്ലാത്തൊരു ലോകത്ത് നമ്മുടെ മക്കളുടെ ഒരു ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മളുടെ കൈകളിലാണ് നമ്മുടെ മക്കളുടെ ജീവിതം. അപ്പോൾ മക്കളും എന്ത് ചിന്തിക്കണം? നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം. അവിടെ ഒരു പാകപ്പിഴ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ലൈഫ് പോകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ദീർഘിപ്പിക്കുന്നില്ല, ധ്യാനം ഉണ്ട് തോന്നുന്നു. ഞാനൊരു 2 വരി കവിത ചൊല്ലാം. കവിത ചൊല്ലി ഞാനിത് അവസാനിപ്പിക്കാം. ഓക്കെ, അതും ലഹരിയാണ്. നല്ല ലഹരി എന്നുള്ള ഒരു സങ്കല്പമാണ്. ആ ഒരു ലഹരിയിലേക്ക് നിങ്ങൾ പോകുക. ആരൊക്കെയാണ് ലഹരി, ആരൊക്കെ ആയിരിക്കണം ലഹരി എന്നുള്ളതാണ് എൻ്റെ കവിതയിലെ ആശയം. അതോടുകൂടി ഞാൻ നിർത്താം. ഓക്കെ. അമൃതമായി സുഹൃതമായി ആദ്യം പകർന്നമ്മ അമ്മിഞ്ഞ പാലിൻ്റെ ലഹരി. സ്നേഹമാണാ ലഹരി, ത്യാഗമാണാ ലഹരി, പേറ്റുനോവി സഹനഭാവമാണാ ലഹരി. അമ്മയെന്നാദ്യമായി കൊഞ്ചി പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണുകളിൽ കണ്ടു ഞാനാ ലഹരി. അമ്മയെന്നാദ്യമായി കൊഞ്ചി
കുഴഞ്ഞപ്പോൾ അമ്മയുടെ കൺകളിൽ കണ്ടു ഞാനാലഹരി. പിച്ചവച്ചെന്നിളം കാൽകൾ കുഴഞ്ഞപ്പോൾ അച്ഛൻ്റെ കരുതലിൽ വാത്സല്യ മധുലഹരി. വിദ്യാലയത്തിൻ തണലിലെന്നാദ്യമായി അധ്യാപകർ നൽകി അറിവിൻ്റെ നിറലഹരി. വാടിത്തളർന്നു ഞാൻ വീട്ടിലേക്കെത്തുമ്പോൾ വാരിപ്പുണരുന്നൊരമ്മയാണെന്നഹരി. വാടിത്തളർന്നു ഞാൻ വീട്ടിലേക്കെത്തുമ്പോൾ വാരിപ്പുണരുന്നൊരമ്മയാൻ ലഹരി. അപ്പോൾ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, വിദ്യാലയം, ഗുരുക്കന്മാര്, ഇത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലഹരി. വേറെ ഒരു ലഹരിയിലേക്ക് നിങ്ങളുടെ മനസ്സ് വീഴാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നല്ല നന്ദി പറഞ്ഞ് നല്ലൊരു കൈയടി കൊടുക്കാം. നല്ലൊരു കവിത, ഒരു അമ്മയുടെ മനസ്സുള്ള കവിത നമുക്കായിട്ട് മാഡം ചൊല്ലി തന്നെയല്ല പ്രതിജ്ഞ ചൊല്ലുകയും അതുപോലെ നമുക്ക് തിരികെത്തിക്കുകയും ചെയ്തു. നമുക്ക് ധ്യാനം തുടങ്ങാൻ സമയമായെങ്കിലും നമ്മുടെ റൂപനച്ഛൻ എത്തിയിട്ടുള്ള അച്ഛൻ 2 വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. கிறிஸ்துவுக்குள் பிரியமானவர்களே, கர்த்தருடைய பிரசன்னம் நிறைந்திருக்கிற அருமையான இந்த மாலை பொழுதுல இத்தகைய மிக அழகான ஒரு நிகழ்வு உணர்வு பூர்வமாய் உணர்ச்சி பூர்வமாய் இந்த இடத்துல நடைபெறுவதற்கு மிக அழகாய் இதை ஆயத்தம் செய்த நம்முடைய சேக்ரட் ஹார்ட் தேவாலயத்தின் அச்சன் அச்சன், அதுபோல இங்கு கூடி வந்திருக்கிற நம்முடைய பஞ்சாயத்து பிரசிடென்ட் எலிஜியேட்டன், அதுபோல எக்ஸைஸ் டிபார்ட்மெண்ட் வந்திருக்கிற மேடம் சார், அவருடைய கூட வந்திருக்கிறவர்கள், நம்முடைய மெம்பர் ஹரிச்சந்திரன், அதுபோல இப்பொழுது நம்மத்தில் வந்து சேர்ந்திருக்கிற மேடம் அவர்கள், இதற்கான ஆயத்தங்களை மிக மிக அழகாய் செய்கிற அருமையான தியானத்தை நடத்துகின்ற அன்புக்குரிய பிரதர்ஸ் ஒவ்வொருவருக்கும் உள்ள நாளத்திலிருந்து வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். மிக அழகாய் நாம் நம்முடைய மேடம் அவர்களும் நம்முடைய பிரசிடென்ட் அவர்களும் பேசினதை நாம் கேட்டோம். இன்றைய சூழலிலே நாம் எதிர்கொண்டிருக்கின்ற நம்முடைய சமூகம் சந்தித்துக் கொண்டிருக்கின்ற மிக கடுமையான கொடூரமான ஒரு அனுபவம் என்பது நாம் அனுபவிக்கின்ற அந்த போதைப் பொருள் பழக்க வழக்கங்களினால் உண்டாகின்ற பிரச்சனைகள் என்பது நாம் மறக்க இயலாது. பல வகைகளிலே இன்றைக்கு நம்முடைய சமூகம் நாம் ஒன்றாக இந்த பிரச்சனைகளை சந்தித்துக் கொண்டு இருக்கிறோம். வேதனையோடு தாங்க முடியாத பல வகையான நம்முடைய உள்ளத்தில் இருக்கிற துக்கங்களோடு இந்த பிரச்சனைகளை நாம் எதிர்கொண்டு இருக்கிறோம். இந்த நாளில் அநேகர் இந்த போதை பழக்கத்திற்கு எதிராக இத்தகைய பிரச்சாரங்களை செய்து வருகிற இந்த சூழலிலே நாமும் அதற்காக ஒன்றிணைந்து கைகோர்க்கும்படியாய் இத்தகைய தருணத்தை கடவுள் நமக்கு தந்திருக்கிறார். நமக்கு கொடுக்கப்பட்ட அந்த வாய்ப்பை நாம் சரியாக பயன்படுத்த நாம் உண்மையாகவே முயற்சி எடுக்க உங்கள் அன்போடு நான் கேட்டுக்கொள்கிறேன். ஒரு சிறிய ஒரு கதை விதமாய் சொல்லுகிறது. ஒரு இடத்திலே ஒரு தகப்பனார் சிறிய பெட்டி கடை நடத்தி கொண்டிருக்கிறார். அவருடைய கடையில் விதமாய் எழுதப்பட்டிருந்தது, என்னுடைய பெட்டி கடையிலே என்னுடைய கடைகளிலே நான் சிகரெட், பீடி போன்ற போதை வஸ்துக்களை நான் விற்க மாட்டேன் என்று அவர் எழுதி வைத்திருந்தாராம். அப்போ அங்கே அநேக வாலிபர்கள் வந்து அவரிடத்துல சிகரெட் கிடைக்குமா, பீடி கிடைக்குமா என்று கேட்கிற போது அவர் பாருங்க நான் எழுதி வச்சிருக்கிறேன் பார்த்தீங்களா என்று சொல்லி அவர் காண்பிக்கிறார். உடனே அவரிடத்துல எல்லாரும் கேட்கிறார்கள், நீங்க இப்படி எழுதி வச்சாப்புல எல்லாம் திரும்பிடுவாங்களா, இல்லை நீங்க விற்காததுனால பக்கத்து கடையில் விற்காம இருக்க போறாங்களா, நீங்க விற்காட்டியும் அங்க விற்பாங்களே, நீங்க என்ன சொல்லுவீங்க, என்ன பண்ணுவீங்க என்று கேட்டாருங்களா. உடனே அந்த தகப்பனார் சொன்னாரா, பக்கத்து கடையில் அதை விற்கிறாங்க விற்கல அப்படிங்கிறத பற்றி நான் கவலைப்படலை. ஆனால் என்னுடைய கடையிலே நான் அதை விற்காமல் இருப்பதினாலே என்னிடத்தில் வருகிற ஒருவருக்கும் அந்த பழக்கத்தை நான் கொடுப்பதில்லை என்கின்ற
ஒரு ஆத்ம திருப்தி என்னுடைய உள்ளத்திலே இருக்கிறது என்று சொல்லி அவர் சொன்னாராம். மிக சிறிய ஒரு கதைதான் என்றாலும் அது நமக்கு கற்றுத்தருகிற பாடங்கள் அநேகம் உண்டு. நம்முடைய வாழ்க்கையிலே அருமையா என்று மேடம் நமக்கு எதெல்லாம் நம்முடைய வாழ்க்கையில் போதையாக இருக்க வேண்டும் என்று சொல்லி ஒரு பாடலை பாடினார்கள். இந்த உலகத்திலே இந்த போதை பழக்கத்தினாலே இன்று நாம் இந்த இடத்துல மகிழ்ச்சியாக இருக்கிற இதே வேளையில் நம்மை சுற்றி இருக்கிற ஏதோ ஒரு மூலையில இந்த போதை பழக்கத்திற்கு அடிமையாகிக் கொண்டு நம்முடைய தனக்கும் தன்னுடைய குடும்பத்திற்கும் சமூகத்திற்கும் மிகப்பெரிய ஒரு துயரத்தை விளைவித்துக் கொண்டிருக்கிற சகோதர சகோதரிகள் நம்மை சுற்றிலும் இருக்கிறார்கள் என்பதை நாம் மறந்து போகக்கூடாது. அவர்களுக்காக கடவுளிடம் வேண்டுதல் செய்வதோடு நாம் நிறுத்தி விடாமல் நாமும் சமூகத்திலே இறங்கி நம்முடைய கரங்களை எதற்காக ஒன்று சேர்த்து போராட நாம் எப்போதும் தயாராக வேண்டும். அத்தகைய உன்னதமான ஒரு வழியை நோக்கி பயணம் செய்கிற ஒவ்வொருவரோடும் நம்முடைய கரங்களை நாம் கோர்த்து கொண்டு பயணம் செய்யலாம். நம்முடைய கேரள மாநிலத்தில் மாத்திரமல்ல, நம்முடைய நாடு முழுவதும் போதை இல்லாத ஒரு சூழலை உருவாக்கக்கூடிய அந்த காலம் வெகு தொலைவில் இல்லை என்கின்ற உறுதிப்பாட்டோடு நம்முடைய வாழ்க்கையில் பயணம் செய்யலாம். கர்த்தர் நம் ஒவ்வொருவரையும் ആശീർവദിപ്പാറാക. ആമേൻ. ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇതിന് കാവലായിട്ട് ഉത്തരവാദിത്തോടെ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനമൈത്രി പോലീസിൽ നിന്നും ASI നിമി മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തിനെ സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങൾ രണ്ട് വാക്ക് ആശംസ പറയുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് മെമ്പറെ ക്ഷണിക്കുന്നു. மதிப்புக்குரிய 4 நாட்கள் நடந்து கொண்டிருக்கும் இந்த தியான கூட்டத்தின் தலைவர் நமது மதிப்புக்குரிய அச்சன் ஜோஸ் அச்சன், அதுபோல போதைக்கு எதிரான போராட்டத்தை தொடங்கி வைத்து இந்த சிறப்புரையாற்றிய நமது கிராம பஞ்சாயத்தின் தலைவர் மதிப்புக்குரிய ரிஜு வர்கீஸ் அவர்கள், மேடையில் அமர்ந்திருக்கும் CSC மதிப்புக்குரிய அச்சன் ரூபன் அச்சன் அவர்கள், நமது சானாமர ஸ்டேஷனில் ஜனமைத்ரி போலீஸ் ஸ்டேஷனில் WPCI இருக்கும் நம்முடைய சினி மேடம், அதுபோல விமுக்தி என்னன்னு தெரிஞ்சிருக்கும். கேரளாவில் போதைக்கு எதிராக போராடும் ஒரு டீம் தான் விமுக்தி. அதனுடைய இன்னைக்கு கிளாஸ் எடுத்து வந்த மாயா மேடம், அதுபோல் அவங்க டீம் அங்கங்கள் அங்கே வந்திருக்காங்க. அனைவருக்கும் என்னுடைய மாலை வணக்கத்தை தெரிவித்துக் கொள்கிறேன். பிரியமுள்ளவர்களே, இதுக்கு முன்னாடி பேசினவங்க காரியங்கமாக பேசியிருக்காங்க. பொதுவாக நம்ம கேரளாவில் கிட்டத்தட்ட 2021 இந்த போதைமருந்துக்கு எதிரான கேஸ் வெறும் 5065 தான் இருந்துச்சு. ஆனால் 2024 அது 27,701 மாறிடுச்சு. அப்போ இந்த போதை மருந்து மூலம் ஏற்படுற பிரச்சனைகள் ஒவ்வொரு நாளுக்கும் கூடிக்கொண்டே போய்கிருக்கு. நமக்கு தெரியும், நாங்களாம் பொது பிரவர்த்தகர்கள். எங்களுடைய இடத்துக்கு வர்ற பஞ்சாயத்துகளில் மேக்சிமம் நம்முடைய போதை மருந்துக்கு அடிமையான குடும்பங்களில் வர்ற பிரச்சனைகள் தான் அதிகமாக இருக்கும். இங்கே நடக்கிற ஒவ்வொரு விஷயங்களையும் பார்த்தீங்கன்னு வச்சுக்கோங்க, ஆக்சிடென்ட் நடந்தால் அதுக்கு பின்னாடி அந்த பையன் மயக்க மருந்து பயன்படுத்தியிருப்பான். அதே மாதிரி இந்த சிறு வயதிலேயே போக்சோ கேஸில் இடப்பட்டுட்டு அவனை தண்டிக்கத்தக்க அவன் ஜெயிலில் கிடக்கிறானா, அதுக்கு பின்னாடி மயக்க மருந்து பயன்படுத்தியிருப்பான். அதே மாதிரி நடக்கிற ஒவ்வொரு அடிதடி கேஸ்லையும் அதுக்கு பின்னாடி பார்த்தீங்கன்னா மயக்க மருந்து கேஸ் இருக்கும். அதே மாதிரி நடக்கிற திருட்டு கேஸுக்கு பின்னாடி மயக்க மருந்து பயன்படுத்தி தான் பண்ணியிருப்பாங்க. ஏற்ற கடைசியாக அவங்க வீட்டில் சமாதானம் இல்லாமல் பெற்றவங்க இருக்காங்கன்னா அதுக்கு காரணம் அவங்க வீட்டில் இருக்க பையன் ஒன்று இந்த மயக்க மருந்துக்கு அடிமையாக இருப்பாங்க. பிரியமுள்ளவர்களே, நம்முடைய வீட்டில் இருக்க பையன் மாதிரி நைட் நேரத்தில் சரியாக தூங்காமல் எந்திரிச்சு அங்கிட்டு நடக்கிறான்னா நீங்கள் அப்பயே அவனை கவனிக்கப்பட வேண்டும். ஏனென்றால் இப்போ இருக்க காலகட்டத்தில் மயக்க மருந்து எந்த வடிவில் வருதுன்னு சொல்ல முடியாது. இப்போ சொன்ன மாதிரி ஸ்டாம்பு மாதிரி வருது, அதே மாதிரி பல வகையில் மிட்டாய் மாதிரி கூட வந்துக்கிருக்கு. நம்ம நினைப்போம் நம்ம பிள்ளை மிட்டாய் தான் சாப்பிட்டு இருப்பான்னு நினைப்போம். ஆனால் அதுக்கு பின்னாடியும் மயக்க மருந்து இருக்குங்கிறத நீங்கள் ரொம்ப கவனமாக உன்னிப்பாக கவனிக்க வேண்டும். நம்முடைய குழந்தைகள், நம்மளாம் வாழ்றது நம்முடைய குழந்தைகளுடைய வருங்காலத்துக்காண்டி தான். அதுக்காக வேண்டி அவர்களுடைய விஷயங்களில் கொஞ்சம் கவனம் செலுத்தினா மிகவும் நல்லா இருக்கும். அதே மாதிரி இப்போ பொதுவாக சொன்ன மாதிரி ஒரு பிரச்சனை தீரணுங்கிறதுக்காக வேண்டிய சிலர் என்ன செய்வாங்க, மயக்க மருந்துக்கு தொடக்கத்தில் பீர் அடித்தா என்னுடைய கஷ்டம் இன்னைக்குள்ள கஷ்டம் தீரப்போகுதுன்னு நினைப்பாங்க. ஆனால் அங்கே தான் தொடங்குது அவங்களுக்கு பெரிய கஷ்டம். பீர் அடித்தா தீராது, பிராந்தி அடித்தா தீராது, அதுக்கப்புறம் கஞ்சா அடித்தாலும் தீராது, அதுக்கப்புறம் அவங்க MDMAங்கிற பெரிய ஒரு மயக்க மருந்தில் போய் தன் வாழ்க்கையை முடிச்சுக்கிறாங்க. பிரியமுள்ளவர்களே, இதற்கு எதிராக நம்ம சொன்ன மாதிரி பஞ்சாயத்து ஆஃபீஸ்லேருந்து பஞ்சாயத்திலிருந்து நாங்கள் விமுக்தி மூலமாக நாங்கள் எல்லா இடத்துக்கும் குடும்பத்தினை மூலமாக நிறைய விழிப்புணர்வு கூட்டம் நடத்திக்கிருக்கோம். அதில் நிறையா அம்மாமாரும்
எல்லாருக்கும் பங்கெடுக்கிறீங்க. நமக்கு ஒன்றாக சேர்ந்து இதுக்கு எதிராக ஒரு போராட வேண்டிய ஒரு காலகட்டத்தில் நம்ம இருக்கோம். அனைவரும் ஒன்றுபடுவோம். அனைவருக்கும் நம்முடைய ஒன்றுபட்டு நமக்கு வருங்கால சமுதாயத்தை நல்ல ஒரு சமுதாயம் மாற்றுவதற்கு போராட வேண்டும் என்று கூறிக்கொண்டு எனது சிற்றுரையை முடிக்கிறேன். നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ക്ഷണിച്ചപ്പോൾ എത്തിയ ഉമ്മൻ്റെ നിയമമാണത്. രണ്ട് വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തിരക്കിട്ട വൈകുന്നേരമായി, സമയം വൈകി, വിദ്യാലയത്തിന് നിങ്ങൾക്ക് കൂടേണ്ടതുണ്ട്. രാവിലെയാണ് ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നതായിട്ട് അറിഞ്ഞത്. പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വരാൻ വൈകിയത്. നമുക്കറിയാലോ, ശനി ഞായർ ദിവസങ്ങളിൽ പൂപ്പാറ ടൗണിൽ നടക്കുന്ന കാഴ്ചകൾ നിങ്ങളെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ആരും സ്റ്റേഷനിൽ ഇപ്പോൾ ആരുമില്ല, എല്ലാവരും പെട്രോളിങ്ങിനൊക്കെ പോയത് കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇല്ലേ നിങ്ങളെല്ലാവരും കാണാനും നിങ്ങളോട് സംസാരിക്കാനും. നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകാൻ തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇനി ഇപ്പം ലഹരിയെക്കുറിച്ച് ഇനി ഒരു ക്ലാസ് പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് മുമ്പ് സംസാരിച്ച മേഡം കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ലഹരി എന്തൊക്കെ തരത്തിലുണ്ട്, ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, അതൊക്കെ നിങ്ങൾക്ക് എല്ലാം വിശദമായി ക്ലാസ് എടുത്തിട്ടുണ്ടാവും. എനിക്കൊരു 1-2 കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. നമുക്ക് അറിയാം, നമ്മൾ വിചാരിക്കും, മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ, നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ വന്നാൽ അത് നമുക്ക് പ്രശ്നം, തൊട്ടടുത്തുള്ളവൻ്റെ വീട്ടിലാണെങ്കിൽ നമുക്കത് യാതൊരു പ്രശ്നവുമില്ല. പണ്ടൊരു ചൊല്ലുണ്ട്, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമാണ്, പക്ഷെ എന്നെ അത് ബാധിക്കില്ല. ആ ഒരവസ്ഥയിലാണ് ഇന്നും നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് വേദനിക്കുമ്പോൾ മാത്രമാണ് അതൊരു പ്രശ്നമായി മാറുന്നത്. തൊട്ടടുത്തുള്ളവൻ്റെ വീട്ടിൽ വരുമ്പോൾ അത് കാണാനും അത് വീഡിയോ എടുക്കാനും അത് സംസാരിക്കാനും മാത്രമേ നമ്മൾ മുതിരാറുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടായി അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം എങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമുള്ള ആരെങ്കിലും, ഇപ്പം ഞങ്ങളെ തന്നെ അറിയിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ പ്രസിഡന്റ് ഉണ്ട്, ഫാദർ ഉണ്ട്, നിങ്ങൾക്ക് ആരെ വേണേലും സമീപിക്കാം. നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഒരിക്കലും ഒരു കാലത്തും അത് ആര് കൊടുത്തു, എങ്ങനെ പുറത്തു വന്നു എന്ന് ആരും അറിയില്ല. എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറയാതിരിക്കരുത്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യം, നമ്മുടെ കുട്ടികളാണല്ലോ ഇപ്പം 12 വയസ്സ് മുതൽ ഈ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. കാരണം അവരറിഞ്ഞുകൊണ്ടല്ല. ഈ വളാഞ്ചേരിയിലൊരു കബഡി മത്സരം നടക്കുന്നു, വനിതകളുടെ കബഡി മത്സരമാണ്. അതിൽ ഒരു കുട്ടി കബഡി മത്സരത്തിൽ തോറ്റു. അവർക്ക് ജയിക്കണമെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുത്തു. കുറേ മോർണിംഗ് ബിസ്ക്കറ്റ് കഴിച്ചാൽ മതി, നല്ല എനർജി ഉണ്ടാവും, അപ്പോൾ മത്സരത്തിൽ ജയിക്കാം. ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുത്തു. ആദ്യം ഒരെണ്ണം കഴിച്ചു, അവൾക്ക് ഭയങ്കര അത് ഇഷ്ടപ്പെട്ടു. നല്ല എനർജി, കളിക്കാനും ഓടാനും ചാടാനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അവൾക്ക് ആ ബിസ്ക്കറ്റ് ആവശ്യമായി. തുടർന്ന് എല്ലാ ദിവസവും ഈ ബിസ്ക്കറ്റ് കിട്ടണമെന്ന് വാശിയായി. അങ്ങനെ ആ ബിസ്ക്കറ്റ് കഴിക്കാൻ തുടങ്ങി. നിരന്തരം കഴിച്ച് കുട്ടി മയക്കുമരുന്നിനും അടിമയായി മാറി. അവൾ കുഞ്ഞറിഞ്ഞുകൊണ്ടല്ല അത് കഴിച്ചത്. പക്ഷെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ചെറിയ നേരത്തെ ഒരു അശ്രദ്ധ, അതിന് കാരണം ആരാണ്? നമ്മൾ പേരൻസാണ്. ചെറിയ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാനും അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം. നമ്മൾ ഭയങ്കര തിരക്കുള്ളവരാണ്. എല്ലാ ദിവസവും രാവിലെ പോകണം, 8 മണിക്ക് അറിയാം. എല്ലാ ദിവസവും എല്ലാവരും തിരക്കുള്ളവരാണ്. ജോലിക്ക് പോകണം, ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഒരു ദിവസം ഒരു കാര്യം പറയാൻ വന്നു, നമ്മൾ എന്ത് പറയും? എനിക്കിപ്പോൾ സമയമൊന്നുമില്ല, നീ എന്ത് ചെയ്യ്, കുറച്ച് കഴിയുമ്പോൾ പറയാം, അല്ലെങ്കിൽ നാളെ പറയ് എന്ന് പറയും അല്ലേ? അപ്പം കുഞ്ഞെന്ത് വിചാരിക്കും? നാളെ അമ്മയുടെ അടുത്ത് പറയാം. നാളെയും നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവൾ വന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ സമയമില്ലെന്ന് അല്ലേ എന്ന്. അപ്പോൾ അവൾ എന്ത് പറയും? എന്ത് വിചാരിക്കും? എൻ്റെ അമ്മയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവൾ ആ കാര്യം മനസ്സിലൊതുക്കി. പിന്നെ ആരോടെങ്കിലും പറയാൻ മുതിരുവോ? പിന്നെ ആരോടെങ്കിലും പറയാൻ അവർ തയ്യാറാകുമോ? ഇല്ല. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ നമ്മൾ ആദ്യം ഒരു മനസ്സ് കാണിക്കുക. പിന്നെ ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നും ചെയ്യാനില്ല, നമ്മൾ ചേർത്ത് പിടിച്ച്
രാവിലെയും വൈകിട്ടും, രാവിലെ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയത്ത് റെഡിയായി ബസ് കയറാൻ ഇറങ്ങുന്ന സമയത്ത് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ മതി. എന്തിനാണ്? അത് 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്താ, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, അമ്മയ്ക്ക് മാത്രമല്ല അച്ഛന്മാർക്കും ബാധകമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ ചേർത്ത് നിർത്തും. എന്ത് വന്നാലും എനിക്ക് ആരുണ്ട്? എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. ആ ഒരു ചിന്ത വരും. രണ്ടാമത്, രാവിലെ ഇവരിവിടുന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ അണിഞ്ഞ പെർഫ്യൂം അല്ലെങ്കിൽ മുഖത്തിട്ട പൗഡർ, അതിൻ്റെ മണം, അതെന്താന്ന് നമുക്കറിയാം അല്ലേ? വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴോ ബസ് ഇറങ്ങി ഓടി കുഞ്ഞു ബാഗുമായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ബാഗ് വാങ്ങിക്കുക, അവനെ ഒന്ന് എടുക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എടുക്കുക, ചേർത്ത് കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മ കൊടുക്കുക. അപ്പോഴോ നമ്മൾ രാവിലെ ആ അടിച്ച പെർഫ്യൂമിൻ്റെ അല്ലെങ്കിൽ ആ പൗഡറിൻ്റെ മണം മാറിയിട്ട് ബബിൾ ഗം, ചൂയിങ് ഗം, സ്റ്റാമ്പ്, അങ്ങനെ നിരവധി സാധനങ്ങളുണ്ടല്ലേ. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മണം വരും. ഇല്ലെങ്കിൽ ചില വലിയ പിള്ളേരാണെങ്കിൽ എന്തുണ്ടാവും? ഇവരെ അടുത്ത് വിളിച്ചൊരു ഉമ്മ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് രാവിലെ അനുഭവപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്മെൽ അനുഭവപ്പെടില്ലേ? അങ്ങനെ നിരന്തരം കുട്ടികളെ നമ്മൾ ചെക്ക് ചെയ്യുകയും അവരുമായിട്ട് സംവദിക്കുകയും അവരുമായിട്ട് സഹകരിക്കുകയും അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യാം. അത്രയും മാത്രം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെയ്താൽ മതി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്, സമയമില്ല. ഇനി ഇതുപോലൊരു അവസരം ഉണ്ടാക്കി തരികയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു ക്ലാസ് പിന്നീട് എടുക്കുന്നതായിരിക്കും. അങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രം, കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ച് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങളിവിടെ എന്നെ ഇതിനെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്ക് ധാരാളം ഹിന്ദിക്കാർ ഓരോരുത്തരുടെ വീട്ടിലും പണിക്കായി വരുന്നുണ്ട് അല്ലേ? നമ്മുടെ ഒരു 5 ഏക്കർ, 6 ഏക്കർ, 8 ഏക്കർ, 10 ഏക്കർ ഒക്കെ തോട്ടമുള്ളവരാണ് ഭൂരിഭാഗം ആളുകൾ. അപ്പൊ നമ്മളെന്ന് വിചാരിക്കും, എൻ്റെ തോട്ടത്തിൽ എനിക്ക് ഏലക്ക പൊഴിഞ്ഞു പോകാതെ അല്ലെങ്കിൽ നശിച്ചു പോകാതെ എത്രയും പെട്ടെന്ന് കാ പറിച്ചെടുക്കുക, ആ ഒരൊറ്റ ഉദ്ദേശം നമുക്കുള്ളൂ അല്ലേ? അവരെവിടെ നിന്ന് വരുന്നു, എന്ത് കുറ്റം ചെയ്തിട്ട് വരുന്നു, ഈവൻ അവരുടെ ആധാർ കാർഡ് പോലും കൃത്യമാണോ? ഈ വരുന്ന ആരുടെയും ആധാർ കാർഡ് കറക്റ്റാണോ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതിൽ 12-16 വയസ്സുള്ള കുഞ്ഞിൻ്റെ പേരിൽ അവർക്ക് എത്ര വയസ്സായിരിക്കും കാണിക്കുന്ന ആധാർ കാർഡിൽ? നമ്മൾ മേടിച്ച് നോക്കിയാൽ 21 വയസ്സെന്നായിരിക്കും അല്ലേ? അപ്പം ഈ ആധാർ കാർഡ് ചെക്ക് ചെയ്യാനും അതൊന്ന് വാങ്ങിച്ച് നോക്കാനും ഇവരെ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് രജിസ്റ്റർ ചെയ്യാനും നമ്മളൊന്ന് തയ്യാറാകണം. പിന്നെ നമ്മുടെ സ്ഥലത്തുനിന്ന് പണത് ഒന്ന് കൂലിയിൽ പ്രശ്നമായി, അല്ലെങ്കിൽ 2 ദിവസം പണതു, 4ാമത്തെ ദിവസം കൂലി മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥലത്ത് ഇവിടെ 450 ആണെങ്കിൽ 500 കൊടുത്ത് പണിയിപ്പിക്കാൻ തൊട്ടടുത്തൊരു ഓണറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ പോകുന്നത്. നിങ്ങളെല്ലാവരും സഹകരിച്ചൊരു കൂട്ടായ്മ ഉണ്ടാക്കി അതുമായിട്ട് മുന്നോട്ട് പോയാൽ ഇവരുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമോ? കാരണം ഞാൻ ഇവിടെ ഒരു തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വേറെ അടുത്തൊരു സ്ഥലത്ത് പോയാൽ എനിക്കൊരു സ്ഥലത്തും ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോധ്യം അവരിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിത്തരം പ്രവൃത്തികൾ ചെയ്യില്ല. പിന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഒരു പ്രശ്നം ഉണ്ടായി, നമുക്ക് അവരെ ഒന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ അവരെ ഒന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഏത് രീതിയിൽ അവരെ കണ്ടുപിടിക്കും? അവരുടെ ആധാർ കാർഡ്, ഫോൺ നമ്പർ, അഡ്രസ്സ്, അതൊക്കെ വെച്ചേ കണ്ടുപിടിക്കും. അതൊക്കെ ഫേക്ക് ആയിരിക്കും നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ അവർക്ക് എല്ലാവരും ഇനി നിങ്ങളൊരു തീരുമാനം എടുക്കാൻ, നിങ്ങളുടെ അടുത്ത് വരുന്ന മൈഗ്രേന്റ് ലേബർക്ക് നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുക. അപ്പോൾ അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്കൊരു അക്കൗണ്ടായി, നമുക്ക് അവരെവിടെ എന്ത് ചെയ്തിട്ട് പോയാലും കണ്ടുപിടിക്കാനൊരു മാർഗമായി. അത് നിങ്ങളുടെ അടുത്ത് മുമ്പിൽ വെക്കുന്ന റിക്വസ്റ്റായി പരിഗണിക്കുക. കാരണം നിങ്ങളുടെ അടുത്ത് വരുന്ന ലേബറെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും അവരെ പരമാവധി അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും അവർക്ക് കൊടുക്കുന്ന പൈസ അക്കൗണ്ട് വഴി കൊടുക്കുകയും ചെയ്യുക. ഇപ്പം അവർ പറഞ്ഞിട്ട് അക്കൗണ്ടൊന്നും ഇല്ലെന്ന് പറയും. 10 പേരെ പണിയിക്കാതിരിക്കുമ്പോഴോ അക്കൗണ്ട് ഇല്ലാത്ത 10 പേരെ വരുന്നു, പണി ഇല്ലെന്ന് പറഞ്ഞാലോ പിന്നെ അവർ അക്കൗണ്ട് ഇല്ലാന്ന് പറയുമോ? ഉണ്ട്, പക്ഷെ അവർ തരാത്തതാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ പ്രധാനമായിട്ടുണ്ടാകുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയോ അല്ലെങ്കിൽ അതുമായി അകപ്പെട്ട് അവർക്ക് രക്ഷപ്പെടണം എന്നുണ്ട്, പക്ഷെ അതിനൊരു മാർഗമില്ല, ഇല്ലെങ്കിൽ അത് ചെന്ന് പറയാനൊരു അവസരം അല്ലെങ്കിൽ ഒരു സന്ദർഭം ലഭിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മളെക്കൊണ്ട് ഒരു സഹായം ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും
പുണ്യപ്രവൃത്തി. അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും സഹായം സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോളത്തെ നല്ലൊരു കൈ പോരാ, ഒന്നും പോരാ. നമ്മളൊരു ഞാൻ വരുന്നത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നാണ്. 30 വർഷമായിട്ട് ലഹരി വിമുക്ത പ്രവർത്തനത്തിന് ഞാൻ തയ്യാറായത് ധ്യാനകേന്ദ്രം മൂലമാണ്. അവിടെ വെച്ചെടുത്ത തീരുമാനമാണ് ഈ പ്രവർത്തനം അതുപോലെ ഉപയോഗിക്കാതിരിക്കാനുള്ള കഴിവിൻ്റേത് ആത്മീയതയിലൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ധ്യാനം നടത്തുമ്പോഴും ധ്യാനത്തിന് വേണ്ടി പറയുകയല്ല, ആത്മീയത ലഹരിയിലേക്കാണ് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ തിന്മയുടെ അപകടത്തിൽ മാറാൻ പറ്റും. അതിൻ്റെ ഒരു 2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ജോൺസൺ ബ്രദർ ജോൺസൺ ഡിവൈൻ്റെ ഒരു പ്രഘോഷകൻ. பிரைஸ் லார்ட். நம்ம இந்த வேதியில மறந்து போன ஒரு விஷயம் இருக்குது. எனக்கு ஒரு ஞாபகம் வருது. மகாத்மா காந்தி 3 பொம்மைகள் செய்தார். இங்க மேடம் சார் ஃபாதர்ஸ் எல்லாம் சொல்லாத ஒரு காரியம் சொல்ல, அது പറയാത്ത ഒരു സംഭവമാണ്. അതെന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. மகாத்மா காந்தி 3 பொம்மை செய்தார். நம்ம ചെറുപ്പത്തിൽ படிச்சிருக்கிறோம். ஒரு பொம்மை கண்ணை சொல்லுங்க பொத்தி இருக்கும். தீமைகளை நான் பார்க்க மாட்டேன். இனி ஒரு பொம்மை சொல்லுங்க, அது வந்து தீமைகளை. இனி ஒரு பொம்மை வாயை பொத்தி இருக்கும். 3 பொம்மைகள். ஒன்று கண்ணை பொத்தி இருக்குது, ஒன்று வாயை பொத்தி இருக்குது, ஒன்று 2 காதை பொத்தி இருக்குது. தீமைகளை நான் கேட்க மாட்டேன், தீமைகளை பார்க்க மாட்டேன், தீயவைகளை பேச மாட்டேன். ஆனால் இப்போ சமயத்தில் ஒரு கார்ட்டூன் நான் பார்த்தேன். அதில் 4வது ஒரு குரங்கு பொம்மை இருக்கு. 4வது ஒரு குரங்கு பொம்மை இருக்கு. நீங்க பாத்தீங்களா? அந்த வங்கி இந்த பக்கம் ஒரு மொபைல் போன வச்சுட்டு, ஒரு மொபைல். இன்னைக்கு போதையில மிகப்பெரிய போதை மொபைலுக்கு அடிமையா இருக்கிறாங்க. பெரிய ஆள் இருந்து சின்ன ஆள் வரைய மொபைல் போனுக்கு பயங்கர பைத்தியமா இருக்காங்க. பிறந்த 2 வயசு குழந்தையிலிருந்து 90 வயசு ஆள் வரைய மோசமான காட்சிகளை பார்த்து பலவிதமான மோசமான போதைகளில் இருக்கிறார்கள். அதனால அம்மா யாரும் தெரியல, அப்பா யாரும் தெரியல, தங்கச்சி யாரும் தெரியல, பயங்கரமான போதையில் இருக்கிறாங்க. இது ஒரு போதை தான். இதிலிருந்து நாம் விடுதலை பெற வேண்டும். நம்முடைய போன்ல நம்ம தேவைக்கு மேல யூஸ் பண்ணக்கூடாது. போன்ல நல்லவைகளை பார்க்க வேண்டும் என்று உங்களை வேண்டி விரும்பி கேட்டுக்கொள்கிறேன். பிரைஸ் தி லார்ட். ഞങ്ങളെ ഇതിനു വേണ്ടി അയച്ചത് ബഹുമാനനായ ഫാദർ ജോർജ് പനക്കലാണ്. ആ ധ്യാനകേന്ദ്രത്തിൽ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ലഹരിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ 5 പൈസ മുടക്കണ്ട. നിങ്ങൾക്ക് അവിടെ ആശ്രയമുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം കിട്ടും. ലഹരി അടിപ്പെട്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ രാജേഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സഹായം കിട്ടും. അതിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരുന്നതാണ്. അത് ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനുള്ള സുരക്ഷിതത്വം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി വിളിക്കുന്നു. വലിയ ഒരു നന്ദി ബഹുമാനായ വികാരിയച്ഛനോട് പറയട്ടെ. ഞാൻ 2 പേര് പ്രസംഗിച്ച് നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാവരും പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമ്മേളനം മനോഹരമായിട്ട് നടന്നത്. അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടി ഇതിന്റെ സംഘാടകനായ രാജേഷ് പ്രദേശ്. முக்கியமாக நம்ம விவாதப்பட்ட ஜோசியில் வச்சு எந்த காரியம் நம்ம சொன்னாலும் சரி அதுக்கு உடனே செய்யலாம், ஓகே அப்படின்னு சொல்லுவார். அப்புறம் ரூவனச்சன் நாங்கள் ஒன்றா விளாண்டு ஒன்றா வந்தாங்க. ஒரே பக்கத்து வீட்டில் இருந்து வளர்ந்தவங்க. அதனால் எல்லாம் எனக்கு ரொம்ப நெருங்கின நண்பர்களாச்சு. பிரத்யேகிச்சு அவருக்கும் நம்ம எல்லாரோட சங்கம் நண்பர்களுக்கு வருகீஸ். நாங்கள் ரொம்ப நைட்டில் ரொம்ப யாத்திரைகளை எல்லாம் செஞ்சுருக்கோம். ரொம்ப நாளும் ஒன்றா இருந்திருக்கோம். என்னோட ரொம்ப நெருங்கின ஒரு நண்பர் விஜயவர்தன். இந்த ஒரு ஸ்தானத்தில் இருக்கிறதுக்கு இவ்வளோ எவ்வளோ வந்ததில் ரொம்ப சந்தோஷமும் இருக்குது. பிரத்யேகிச்சு அவருக்கு நன்றி தெரிவிக்கிறேன். ஹரிச்சந்த் நண்பர், அவரை பற்றி இதே நிலவை நாங்கள் சின்ன வயசுலேருந்து ஒரு ஃப்ரெண்டு. இப்போ இந்த வேதியில் இப்படி எல்லாம் எனக்கு ரொம்ப வேண்டப்பட்டவங்களாம் உட்காந்துருக்கல, எனக்கு ரொம்ப சந்தோஷம் இருக்குது. அவருக்கும் நம்ம எல்லாரோட சார்பிலும் நன்றி. அவர் எக்ஸ்பிரஷன் மாயா மேடம் நல்ல ஒரு கவிதை, சூப்பராக. அது அவங்களாம் எழுதின கவிதைன்னு நினைக்கிறேன் இல்லை? ஏன்னா அவங்க வந்துட்டு அதை பாடையில் வந்துட்டு மொபைல் எதுவுமே பார்க்கல, அவங்க அதை அனுபவித்து பாடினாங்க. அதை அந்த அளவுக்கு உள்கொண்டால் மட்டும்தான் அப்படி பாட முடியும். பிரத்யேகிச்சு அவங்களுக்கு நம்ம எல்லாரும் நல்ல சக்தமாக கிடைக்கும். அதே மாதிரி நைட்டு போலீஸுங்க லேட்டாக தான் வந்தாங்க. ஆனால் என்ன லேட்டஸ்ட்டாக வந்தது கொஞ்சம் காரியங்கள்லாம் சொன்னாங்க. அதெல்லாம் நமக்கு ரொம்ப பிரயோஜனமாக இருந்துச்சு. பிரத்யேகிச்சு அவங்களுக்கும் இதுக்கு எல்லாம் வந்துட்டு சுத்தம் முடிச்சு பயங்கர ஸ்பீடாக இதெல்லாம் செய்யணும்னு அவசரப்பட்டு நம்ம பிரதர் டிவைன் தியானத்தில் வந்து
இப்படி ஒரு நடத்தம் போகிறத அப்படின்னு முன்னிருந்து இவ்வளவு காரியங்கள் ஆக்டிவாக செஞ்சார். இது நமக்கு எல்லாருக்கும் ஒரு பெரிய ஒரு அனுபவமும் ஒரு பெரிய பாடமாக இருக்கும். பிரத்யேகிச்சு பிரதருக்கு நம்ம எல்லாரோட சார்பிலையும் நன்றி தெரிவிக்கிறோம். அதே மாதிரி இங்கே வந்து நீங்கள் இவ்வளோ பேர் இருந்து அவங்க சொன்னதெல்லாம் கேட்ட உங்களுக்கு എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. യോഗം നമ്മൾ അവസാനിക്കുകയാണ്.